ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. PSCG അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിവിധ യൂണിവേഴ്സിറ്റികളിലെ ഓഫീസ് അറ്റൻഡന്റ് കം വാച്ച്മാൻ തസ്തികയിലേക്കുള്ള അപേക്ഷ നിങ്ങളിൽ പലരും അയച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. യൂണിവേഴ്സിറ്റിയിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് തസ്തികയാണിത്. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവാണ്. അപേക്ഷ അയച്ചിട്ടില്ലാത്തവർ കഴിയുന്നതും വേഗം അപേക്ഷ അയയ്ക്കുക. ഇവിടെ അപേക്ഷകരായ ഉദ്യോഗാർത്ഥികളിൽ ചിലർ തുടർന്നുള്ള PSCയുടെ പരീക്ഷാ രീതി എങ്ങനെയായിരിക്കുമെന്നും ഏത് സിലബസിനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നും ചോദിച്ചിരുന്നു. ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ SCERT പാഠപുസ്തകങ്ങളെ എത്രമാത്രം ആശ്രയിക്കാൻ കഴിയും, അങ്ങനെയെങ്കിൽ അവയിൽ നിന്നുള്ള ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്, ഈ സിലബസിന് ആധാരമായ മറ്റ് സോഴ്സുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരായുകയുണ്ടായി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഇതേ സിലബസ് പ്രകാരം നടന്നിട്ടുള്ള പ്രിലിമിനറി പരീക്ഷകൾ, ഫൈനൽ പരീക്ഷകൾ, ഇവയിൽ നിങ്ങളുടെ സിലബസിൽ കവർ ചെയ്തു വരുന്ന സെഗ്മെന്റുകളിലെ ചോദ്യങ്ങൾ പാഠപുസ്തകത്തിലെ ഏതേത് അധ്യായങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന കാര്യം വിലയിരുത്തുകയും അവിടെ SCERTയുടെ സാധ്യത വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ട് നിങ്ങളെ ഏതേത് ചാപ്റ്ററുകൾ പഠിക്കേണ്ടതുണ്ടെന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സിലബസിലെ ചില സെഗ്മെന്റുകൾ, ആ സെഗ്മെന്റുകൾ SCERTയെ മാത്രം ആശ്രയിച്ചാൽ മതിയാവില്ല. അവിടെ നിങ്ങൾ ഏത് സോഴ്സുകളെ ആശ്രയിക്കേണ്ടി വരും എന്ന കാര്യവും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിനാൽ ഈ വീഡിയോയ്ക്ക് ദൈർഘ്യം അല്പം കൂടുതലാണ്. യൂണിവേഴ്സിറ്റിയിലെ OA തസ്തികയുടെ എക്സാമിന് ഗൗരവമായി വീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണുക. ഈ വീഡിയോ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ മറ്റൊരു വീഡിയോ കൂടി വേണ്ടി വന്നേക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലെ പ്രതികരണത്തിനനുസരിച്ചായിരിക്കും ഈ വീഡിയോയുടെ അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യും. നമുക്ക് മുൻ ചോദ്യപേപ്പർ വിശകലനത്തിലേക്കും സിലബസ് ഡിസ്കഷനിലേക്കും കടക്കാം. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് തസ്തികയുടെ ഫൈനൽ പരീക്ഷയുടെ സിലബസിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. അവിടെ 40 മാർക്കിനുള്ള പൊതുവിജ്ഞാനം, അവിടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾക്കൊള്ളുന്ന സിവിക്സും ഒക്കെ വരുന്നുണ്ട്. തുടർന്ന് 20 മാർക്കിൻ്റെ ആനുകാലിക വിഷയങ്ങളുണ്ട്, 10 മാർക്കിൻ്റെ സയൻസ് ഉണ്ട്, 10 മാർക്കിന് പൊതുജനാരോഗ്യമുണ്ട്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 20 മാർക്കിനുണ്ട്. ഇവിടെ നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് മെയിൻ പരീക്ഷയുടെ സിലബസിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണല്ലോ. ഇതിന് പ്രിലിമിനറി പരീക്ഷയുടെ സിലബസുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടായിരുന്നോ എന്ന് നമുക്കറിയണം. കാരണം തുടർന്നുള്ള പരീക്ഷ പ്രിലിംസും മെയിൻ പരീക്ഷയും ഉൾക്കൊള്ളുന്നതാണോ ഒരൊറ്റ പരീക്ഷ ഉൾക്കൊള്ളുന്നതാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായി മുന്നോട്ട് പഠിച്ചു പോകേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇക്കഴിഞ്ഞ പരീക്ഷകളിൽ PSC അനുവർത്തിച്ചിരുന്ന നയം പ്രിലിംസിൽ LGS തസ്തികകൾ കൂടി ഉൾക്കൊള്ളിച്ചിരുന്നതിനാൽ LGSന്റെ സിലബസാണ് പ്രിലിംസിൽ അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് തന്ന LGSന്റെ മെയിൻ സിലബസും മുൻപുണ്ടായിരുന്ന പ്രിലിമിനറി സിലബസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായില്ല. ആകെയുള്ളത് 2 വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയ ശേഷം തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവലോകനം ചെയ്യാം. വ്യത്യാസങ്ങളിൽ ഒന്ന്, ഫൈനൽ പരീക്ഷയുടെ 40 മാർക്കിൻ്റെ പൊതുവിജ്ഞാനത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സെഗ്മെൻ്റായിരുന്നു ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. പ്രിലിംസിലും 4ാം സെഗ്മെൻ്റായി ഇത് ഉൾക്കൊള്ളിച്ചിരുന്നു. അവിടെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവ സംബന്ധിച്ച അറിവുകളും. അപ്പോൾ ഫൈനൽ പരീക്ഷയിൽ ഇല്ലാത്ത ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അത് മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളാണ്. തീർച്ചയായും നമ്മളിവിടെ ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രിലിമിനറി പരീക്ഷയുടെ അല്പം കൂടി വൈപുല്യമുള്ള സിലബസ് പഠിക്കുന്നതാണ് നല്ലത്. ഒരുപക്ഷെ ഒറ്റ പരീക്ഷയാണ് നടത്തപ്പെടുന്നതെങ്കിലും മെയിൻ പരീക്ഷയുടെ സിലബസിൽ അല്പം പരിഷ്കരണം വരുത്തിക്കൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനുകളും കൂട്ടിച്ചേർക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ പ്രിലിമിനറി സിലബസ് അനുസരിച്ച് നമുക്ക് ഭരണഘടനയും സിവിക്സും പഠിക്കാം.
മെയിൻ പരീക്ഷയുടെ സയൻസ് വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. മെയിൻ പരീക്ഷയിൽ സയൻസിലെ ഒന്നാമത്തെ സെഗ്മെൻ്റായി ജീവശാസ്ത്രം 5 മാർക്കിന് അവതരിപ്പിച്ചു. അവിടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതുകൂടാതെ പൊതുജനാരോഗ്യമെന്ന പേരിൽ 10 മാർക്കിനുള്ള മറ്റൊരു പാർട്ട് കൂടി ഉണ്ടായിരുന്നു. ആ പാർട്ടിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇവിടെ മെയിൻ സിലബസിൽ ഈ 2 ഭാഗങ്ങൾ ചേർന്ന് 15 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കപ്പെടുക. പക്ഷേ പ്രിലിംസിലെ നാച്ചുറൽ സയൻസിൽ ഈ 2 ഭാഗങ്ങളെ ലയിപ്പിച്ചുകൊണ്ടാണ് നാച്ചുറൽ സയൻസ് എന്ന ഒരു പോർഷൻ നമുക്ക് നൽകിയിരുന്നത്. അവിടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇവയുണ്ടായിരുന്നു. അപ്പോൾ മെയിൻസിലെത്തിയപ്പോഴേക്കും കൂടുതൽ മാർക്ക് ഫിക്സ് ചെയ്തുകൊണ്ട് അതിപ്രധാനമായ ഒരു ഭാഗമായി നാച്ചുറൽ സയൻസ് മാറുകയാണ്. അവിടെ നാച്ചുറൽ സയൻസിൽ 5 മാർക്കിന് ജീവശാസ്ത്രം എന്ന പേരിൽ ഒരു വിഭാഗത്തെ ഉൾക്കൊള്ളുകയും പ്രിലിംസിൽ നാച്ചുറൽ സയൻസിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി പൊതുജനാരോഗ്യം എന്ന പേരിൽ വളരെ പ്രാധാന്യത്തോടുകൂടി 10 മാർക്കിന് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രിലിംസിൻ്റെ സിലബസിനെ വിട്ടിട്ട് ഫൈനലിലെ സിലബസ് സ്വീകരിക്കുകയാണ് അഭികാമ്യം. പ്രിലിംസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ മാത്രം, കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് എന്ന ആ ഒരു സെഗ്മെൻറ്റിൽ മാത്രം നമ്മൾ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് സ്വീകരിച്ചാൽ മതി. മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഫൈനൽ പരീക്ഷയുടെ സിലബസാണ്. ഇപ്രകാരമുള്ള ചെറിയ വ്യത്യാസം ഒഴിവാക്കിയാൽ പ്രിലിം സിലബസും ഫൈനൽ സിലബസും ഒന്ന് തന്നെയാണ്. ഈ സിലബസ് എങ്ങനെയാണ് പഠിച്ചു മുന്നേറേണ്ടത്? ഈ സിലബസിനെ സംബന്ധിച്ച് SCERT പാഠപുസ്തകങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, റാങ്ക് ഫയലുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, യൂട്യൂബ് ചാനലുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, വിവിധ വെബ്സൈറ്റുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഈ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പൊതുവിജ്ഞാനത്തിലെ 40 മാർക്ക് വരുന്ന പൊതുവിജ്ഞാനത്തിലെ ആദ്യ സെഗ്മെൻറ്റ് 5 മാർക്കിനുള്ളതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. അവിടെ നിങ്ങൾ പഠിക്കേണ്ട SCERT പാഠപുസ്തകത്തിലെ അധ്യായങ്ങൾ നോക്കൂ. 7ാം ക്ലാസ്സിലെ 4 അധ്യായങ്ങൾ തീർച്ചയായും നിങ്ങൾ പഠിക്കണം. 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 2ാമത്തെ ലെസൺ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, 3ാം അധ്യായം ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും, 4ാം അധ്യായം ഇന്ത്യ പുതുയുഗത്തിലേക്ക്, 9ാം അധ്യായം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. 10ാം സ്റ്റാൻഡേർഡിലെ 3 അധ്യായങ്ങൾ കൂടി ഈ ഒരു സെഗ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ പഠിക്കണം. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, സംസ്കാരവും ദേശീയതയും, സമരവും സ്വാതന്ത്ര്യവും. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട 4 ലെസനുകളിലൊന്നായ 2ാമത്തെ ലെസൺ ഒന്ന് നോക്കൂ. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, STD 7ലെ 2ാമത്തെ ലെസനാണിത്. എത്രയോ ചോദ്യങ്ങളാണ് അടുത്ത കാലത്തുണ്ടായ 10th പ്രിലിംസ് പരീക്ഷകളിൽ, ഫൈനൽ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ പാഠഭാഗത്ത് ഉത്തരം ലഭിച്ച ചോദ്യങ്ങളാണിവ. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂററ്റ്. 2021 അസിസ്റ്റന്റ് സെയിൽസ്മാനിൽ ചോദിക്കപ്പെട്ട ചോദ്യം. ഓരോ ചോദ്യത്തിലും ബ്രാക്കറ്റിൽ ഞാൻ ആ പരീക്ഷയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ആവർത്തിക്കുകയില്ല, ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തു പോവുകയായിരിക്കും ചെയ്യുക. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണത്. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഇത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാം അധ്യായത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ ചിലതാണ്. 7ാം ക്ലാസ്സിലെ 3ാം അധ്യായം ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും. ചോദ്യങ്ങളുടെ ഒരു കലവറയാണ് ഈ അധ്യായം.
നോക്കൂ, 2021 10th പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിൽ സന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. രാജ്മഹൽ കുന്നുകൾ. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ടായി. പഴശ്ശി കലാപം എന്നാണ് ഉത്തരം. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷമേത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. 1861 മാർച്ച് 12 എന്ന് ഉത്തരം വരുന്ന ഈ ചോദ്യവും ഇതേ അധ്യായത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു എന്ന് ചോദ്യമുണ്ടായി. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തോടു കൂടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് എന്ന് നിങ്ങൾക്കറിയാം. കുണ്ടർ വിളംബരം നടന്നത് എന്ന ഒരു ചോദ്യമുണ്ടായി. 1809 ജനുവരി 11 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആര് എന്ന് ചോദ്യമുണ്ടായി. ബഹദൂർ ഷാ രണ്ടാമൻ. അത് വ്യക്തമായി ഓർക്കണം, ബഹദൂർ ഷാ എന്ന് മാത്രം പഠിക്കരുത്. ബഹദൂർ ഷാ ഒന്നാമനുണ്ട്, ബഹദൂർ ഷാ രണ്ടാമനുണ്ട്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏതെന്ന ചോദ്യം 1857 വിപ്ലവം. 1857 കലാപം അറിയപ്പെടുന്നത് എന്തു പേരിൽ? സിപ്പായി ലഹള എന്ന പേരിൽ. ഇവിടെ എത്രയോ ചോദ്യങ്ങളാണ് 7ാം സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ആ ചെറിയ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും എന്ന 3ാം ചാപ്റ്റർ ചോദ്യങ്ങളുടെ ഒരു കലവറയായി മാറി. 7ാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രത്തിലെ 4ാം അധ്യായം ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ചോദ്യങ്ങൾ നോക്കൂ. ഇതേ ലെസണിൽ നിന്ന് നിങ്ങൾക്കുത്തരം എഴുതാൻ കഴിയുന്ന മുൻ പരീക്ഷയിൽ ചോദിച്ച PSC ചോദ്യങ്ങളാണിവ. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏത്? സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു, ബ്രഹ്മസമാജം സ്ഥാപിച്ചു, സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു, ഒഡീഷയിൽ ജനിച്ചു. ഇവയിൽ എയും ബിയും സിയും ശരിയായ പ്രസ്താവനകളാണ്. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. പക്ഷെ അദ്ദേഹം ഒഡീഷയിലല്ല ജനിച്ചത്, അദ്ദേഹം ബംഗാളിലാണ് ജനിച്ചത്. അപ്പോൾ ബന്ധമില്ലാത്ത, രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഡി, ഒഡീഷയിൽ ജനിച്ചു എന്നതാണ്. ഇതേ അധ്യായത്തിൽ നിന്ന് ചോദ്യങ്ങൾ വീണ്ടും ഉണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം, നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന വർഷം 1885, 1885. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇതാരുടെ വാക്കുകളാണ് എന്നൊരു ചോദ്യം LGS 2021 മെയിൻസ് പരീക്ഷയിലുണ്ടായി. സ്വാമി വിവേകാനന്ദൻ്റെ ഉജ്ജ്വലമായ വാക്കുകളാണവ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ചോദ്യമുണ്ടായി. ബംഗാളി ഭാഷയിൽ രചിക്കപ്പെട്ടു. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരെന്ന് ചോദിച്ചിട്ടുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമുക്കറിയാം ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ജനഗണമന എന്ന ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറുമാണ്. ഇന്ത്യ പുതുയുഗത്തിലേക്കെന്ന 4ാം അധ്യായത്തിൽ വീണ്ടും എത്രയോ ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടത്. ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചു. ബംഗാളിനെ 2ആയി വെട്ടിമുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവായിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിരുന്നു. അവിടെ ആനി ബസന്റ്, ബാലഗംഗാധര തിലക്, നാനാ സാഹിബ്, ഝാൻസി റാണി എന്നീ നേതാക്കളുടെ പേരുകളാണ് തന്നത്. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന ഇന്ത്യൻ നേതാക്കൾ ആനി ബസന്റും ബാലഗംഗാധര തിലക്കുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഓപ്ഷൻ ഡി 1 and 2 എന്നതാണ് ശരി ഉത്തരം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന പ്രൗഢോജ്വലമായ വാക്കുകളുടെ ഉടമ ബാലഗംഗാധര തിലകനാണ്. ആ ചോദ്യവും കഴിഞ്ഞ പരീക്ഷയിലുണ്ടായി. ഇന്ത്യ പുതുയുഗത്തിലേക്കെന്ന അധ്യായത്തിൽ ആ ചോദ്യത്തിനും ഉത്തരമുണ്ടായിരുന്നു. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ആവർത്തിക്കപ്പെട്ട് ചോദിച്ചു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. അപ്പോഴിവിടെ ഈ ഒരു ചാപ്റ്ററും നമുക്ക്
എത്രയോ ഉത്തരങ്ങളാണ് കഴിഞ്ഞ പരീക്ഷകളിൽ നേടിത്തന്നത്. ഇനിയും ഈ ചാപ്റ്ററിന് നമ്മളെ ഈ പരീക്ഷയിൽ വളരെയധികം സഹായിക്കാൻ കഴിയും. നമ്മുടെ സിലബസിലെ 1ാം സെഗ്മെൻറ്റിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു ചാപ്റ്ററാണ് 7ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 9ാം ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. 1918 ഗാന്ധിജി തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് എന്നൊരു ചോദ്യമുണ്ട്. 10th പ്രിലിം സ്റ്റേജ് 1 2022 ചോദ്യം. എന്താണ് അതിൻ്റെ ഉത്തരം? അഹമ്മദാബാദ് എന്നാണ്. നമുക്കറിയാം, ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തുന്നത് 1915 ജനുവരി 9 സൗത്ത് ആഫ്രിക്ക ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയെന്നാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ 1915 ജനുവരി 9 സ്മരണയ്ക്കായി ജനുവരി 9 പ്രവാസി ദിനമായി നാം ആചരിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യമായി നയിച്ച സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. നീലം കർഷകർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക സമരം ഏതെന്ന് ചോദിച്ചാൽ 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് തന്നെയാണ് ഉത്തരം. നീലം കർഷകർക്ക് വേണ്ടിയാണ്, ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയാണ് അദ്ദേഹം ആ സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. 1918 ഗാന്ധിജി അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഒരു സമരം നയിച്ചു. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയും അവരുടെ പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതിനെതിരെയുമുള്ള സമരമായിരുന്നു അത്. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക സമരമെങ്കിലും അദ്ദേഹം ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സത്യാഗ്രഹം എന്ന ആയുധം ആദ്യമായി പുറത്തെടുത്തത് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലാണ്. 1918 അഹമ്മദാബാദിൽ നടത്തിയ സമരമാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അല്ലെങ്കിൽ ഹങ്കർ സ്ട്രൈക്ക് എന്നറിയപ്പെടുന്നത്. തുടർന്ന് അദ്ദേഹം 1918 ഗുജറാത്തിൽ തന്നെ മറ്റൊരു സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. അത് ഖേഡ സമരം എന്നാണ് അറിയപ്പെടുക. ഗാന്ധിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രാദേശിക സമരമായി അത് അറിയപ്പെടുന്നു. ആദ്യ പ്രാദേശിക സമരം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു 1917. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രാദേശിക സമരം എന്നറിയപ്പെടുന്നത് 1918 ഖേഡ സമരമാണ്. എന്നാൽ അഹമ്മദാബാദ് സത്യാഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് അല്ലെങ്കിൽ നിരാഹാര സത്യാഗ്രഹമാണത്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണിത്. കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷൻ നിയമിച്ചു. 3 കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാനം ഉപേക്ഷിച്ചു. നമുക്കറിയാം, ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്റ്റിനെതിരെയുള്ളൊരു പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗിൽ നടന്നത്. അപ്പോൾ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ് റൗലറ്റ് ആക്ട്. കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാനല്ല സർക്കാർ സൈമൺ കമ്മീഷൻ നിയമിച്ചത്. അപ്പോൾ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷൻ നിയമിച്ചു എന്നത് തെറ്റാണ്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർസ്ഥാനം ഉപേക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർസ്ഥാനം ഉപേക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായ ഉത്തരമായി തിരഞ്ഞെടുക്കാൻ കഴിയുക 1, 3 പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി 1, 3 എന്നുള്ളതാണ് ശരി. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളേവ എന്നൊരു ചോദ്യം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. 1909 ഈ നിയമം നിലവിൽ വന്നു. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ ചെയ്യാം. നമുക്കറിയാം, 1919 റൗലറ്റ് ആക്ട് നിലവിൽ വരുന്നത്. ഇതൊരു കരി നിയമമായിരുന്നു. ഈ നിയമം അനുസരിച്ച് വിചാരണ കൂടാതെ തന്നെ ഏതൊരു ഇന്ത്യക്കാരനെയും അനിശ്ചിതകാലം തടവിലിടാൻ കഴിയുമായിരുന്നു. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ നിയമം നിലവിൽ വന്ന തീയതി 1919. ഇവിടെ 1909 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 ഒഴികെ മറ്റു പ്രസ്താവനകൾ ശരിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ഉത്തരവും നമ്മളിവിടെ പരാമർശിച്ച ഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും എന്ന ആ ചാപ്റ്റർ നമുക്ക് നൽകുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത് എന്നാണ് ചോദ്യം. നിസ്സഹകരണ സമരം തന്നെയാണ്. 1920 നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് തോന്നും ചമ്പാരൻ സത്യാഗ്രഹമല്ലേ, അല്ലെങ്കിൽ അഹമ്മദാബാദ് തുണിമിൽ സമരമല്ലേ, അല്ലെങ്കിൽ കേദാ സത്യാഗ്രഹമല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ചമ്പാരൻ സത്യാഗ്രഹം ആദ്യമായി നടന്ന ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പ്രാദേശിക സമരമാണ്. അത് ഒരു ദേശീയ പ്രക്ഷോഭമല്ല, ദേശീയ തലത്തിൽ ഇന്ത്യ ആകമാനം വ്യാപിച്ച ഒരു പ്രക്ഷോഭമല്ല. അതുതന്നെയാണ് തുണിമിൽ സമരത്തിൻ്റെയും കാര്യം, അതുതന്നെയാണ് കേദാ സത്യാഗ്രഹത്തിൻ്റെയും കാര്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്സഹകരണ സമരം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇന്ത്യയിൽ അദ്ദേഹം നടത്തിയ ആദ്യ പ്രാദേശിക പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയണം. അവസാനമായി അദ്ദേഹം നടത്തിയ പ്രാദേശിക പ്രക്ഷോഭമാണ് 1918 കേദാ സത്യാഗ്രഹം. അദ്ദേഹം ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് അല്ലെങ്കിൽ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് സമരം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു എന്നൊരു ചോദ്യമുണ്ടായി. പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി അറിയപ്പെട്ടത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് എന്നൊരു ചോദ്യമുണ്ടായി. സുഭാഷ് ചന്ദ്രബോസാണത്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തി. സുരേന്ദ്രനാഥ ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. ഇവിടെ 1, 2 പ്രസ്താവനകൾ ശരിയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. 1915 ജനുവരി 9 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയെന്നതും ശരിയാണ്. ജനുവരി 9 നമ്മൾ പ്രവാസി ദിനമായി ആചരിക്കുന്നുണ്ട്. പക്ഷേ സുരേന്ദ്രനാഥ ബാനർജി ആയിരുന്നില്ല ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാൽ കൃഷ്ണ ഗോഖലെ ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ഒഴികെ ശരിയാണ്. ഓപ്ഷൻ ബി 1 and 2. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത് എന്നൊരു ചോദ്യം 10th പ്രിലിംസിൽ തന്നെ ചോദിക്കപ്പെട്ട ചോദ്യമാണ്. 1917 ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. അഹമ്മദാബാദ് തുണിമിൽ സമരം, ഖേദയിലെ കർഷക സമരം, തെലുങ്കാന സമരം, സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഗാന്ധിജി ഇടപെടാത്ത പ്രാദേശിക സമരമായി തിരഞ്ഞെടുക്കാൻ കഴിയുക? നമുക്കറിയാം അഹമ്മദാബാദ് തുണിമിൽ സമരം ഒരു പ്രാദേശിക സമരമാണ്. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സമരമാണ്. അതൊരു പ്രാദേശിക സമരമാണ്. അതിൽ ഗാന്ധിജി ഇടപെട്ടു. ഖേഡയിലെ കർഷക സമരത്തിലും അദ്ദേഹം പങ്കെടുത്തു. തെലുങ്കാന സമരം ഒരു പ്രാദേശിക സമരമാണ്. അതിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടില്ല. സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ദേശീയ തലത്തിലുള്ള പ്രസ്ഥാനമാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഗാന്ധിജി ഇവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 1915 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. അദ്ദേഹം ദേശീയ തലത്തിൽ ഇവിടെ സംഘടിപ്പിച്ച ആദ്യ പ്രക്ഷോഭം എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി 3 and 4 ആണ് ശരി ഉത്തരമെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു എന്നൊരു ചോദ്യം അടുത്ത കാലത്ത് നടന്ന പരീക്ഷയിലുണ്ടായി. ഉദ്ധം സിംഗ് ആണത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ഉദ്ധം സിംഗ് ആണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നൊരു ചോദ്യം. റാണി ഗൈഡിലിയു. ഒരുപക്ഷെ റാങ്ക് ഫയലുകളിലൊന്നും തന്നെ നിങ്ങൾക്കിത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും സാമൂഹ്യശാസ്ത്രം ക്ലാസ് 7 ഈ പുസ്തകത്തിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയുവിനെയാണ്. താഴെ പറയുന്നവയിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം എന്നൊരു ചോദ്യമുണ്ടായി. അവിടെ സി കൃഷ്ണൻ നായർ തന്നു, കുമാരനാശാൻ, രാഘവ പൊതുവാൾ, മന്നത്തു പത്മനാഭൻ. ഈ പേരുകളാണ് നമുക്ക് തന്നിരുന്നത്. എന്തുത്തരമാണ് നിങ്ങൾക്ക് എഴുതാൻ കഴിയുക? സി കൃഷ്ണൻ നായരും ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛനും രാഘവ പൊതുവാളുമാണ് ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ. സി കൃഷ്ണൻ നായർ, ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. അപ്പോൾ ഇവിടെ അവരിൽ ആരൊക്കെയാണുള്ളത്? സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമുണ്ട്. 1 ഉം 3 ഉം എന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയും. ഇവിടെ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. മറ്റ് 2 പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. ആ 2 പേരുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ സി കൃഷ്ണൻ നായർ, ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ
പൊതുവാൾ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആര്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനമായി നാം ആചരിക്കുന്നത്, ക്വിറ്റ് ഇന്ത്യ ദിനം എന്നു ചോദിച്ചിരിക്കുന്നു, ഓഗസ്റ്റ് 9, 1942. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായികയെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ എന്നൊരു ചോദ്യമുണ്ടായി. അരുണ ആസഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായികയായി ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലെറ്റിയ മലയാളി ആര് എന്നൊരു ചോദ്യം. ഉത്തരം വക്കം അബ്ദുൽ ഖാദർ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല ഇത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ച അതേ ഗ്രാമത്തിൽ ജനിച്ച വക്കം അബ്ദുൽ ഖാദർ ധീരനായ വിപ്ലവകാരിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ഇവിടെ ചോദ്യ നിർമ്മിതിക്കായി 7ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന 8ാം ചാപ്റ്ററിനെ PSCയുടെ ചോദ്യകർത്താക്കൾ എത്രമാത്രം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ചാപ്റ്റർ ആ പുസ്തകത്തിൽ നിന്ന് തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഒരു പോയിന്റും മിസ്സാകാതെ എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുക. നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവശ്യം പഠിച്ചിരിക്കേണ്ട സ്കൂൾ പാഠപുസ്തകത്തിലെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് പാർട്ട് 1 4ാം അധ്യായം ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ഈ പാഠഭാഗത്തു നിന്നും എത്രയോ ചോദ്യങ്ങളാണ് അടുത്ത കാലത്തായി PSC പരീക്ഷകളിൽ 10th ലെവലിൽ തന്നെയുള്ള പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്നത്. ചില ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏത്? ദാദാഭായ് നവറോജിയുടെ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒന്നാണ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന, ബ്രെയിൻ ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി രചിച്ച പ്രശസ്ത ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നൊരു ചോദ്യമുണ്ടായി. ഡൽഹി, ബീഗം ഹസ്രത് മഹൽ, ഝാൻസി, റാണി ലക്ഷ്മിബായി, കാൺപൂർ, നാനാ സാഹിബ്. ഇതിൽ ഝാൻസി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. കാൺപൂറിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു. പക്ഷേ ഡൽഹിയിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ അല്ല, ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ബീഗം ഹസ്രത് മഹലിൻ്റെ നേതൃത്വത്തിൽ 1ാം സ്വാതന്ത്ര്യ സമരം നടന്നത് ലഖ്നൌവിലാണ്. ലഖ്നൌവിലെ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് ബീഗം ഹസ്രത് മഹൽ. ഝാൻസി റാണി ലക്ഷ്മിബായി തന്നെ, കാൺപൂർ നാനാ സാഹിബാണ്. അപ്പോൾ ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി ഉത്തരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് എന്നൊരു ചോദ്യം. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരെന്ന് ചോദിക്കുന്നു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 കഴ്സൺ പ്രഭു. കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെ? BO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത BO ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. കപ്പൽ ഗതാഗത രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നതിനാണ് അദ്ദേഹം ഇപ്രകാരം ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നത്. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി 1906 ആരംഭിച്ചത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. സന്താൾ കലാപം നടന്ന വർഷമേത് എന്നീ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യമുണ്ട്. 1855-56 സന്താൾ കലാപം നടന്നത്. 1857 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. സന്താൾ കലാപം നടന്ന വർഷം 1855-56. കുറിച്യ കലാപം നടന്ന വർഷം 1812. 1ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന് 1857 മെയ് 10 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റിൽ 1857 മെയ് 10.
സിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചതാരാണ് എന്നൊരു ചോദ്യം. ബീഗം ഹസ്രത് മഹളാണ് സിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്നൊരു ചോദ്യമുണ്ട്. 1885, ഒരു സംശയവുമില്ല, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന ചോദ്യം. കാനിങ് പ്രഭുവായിരുന്നു 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ എന്നും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി എന്നും അറിയപ്പെടുന്നത് കാനിങ് പ്രഭുവാണ്. 10ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 1-ലെ 5ാം അധ്യായം സംസ്കാരവും ദേശീയതയും. ഇത് നമ്മുടെ സിലബസിലെ 1ാം സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ചാപ്റ്റർ തന്നെയാണ്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തു വന്ന ചില ചോദ്യങ്ങൾ, അടുത്ത കാലത്ത് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ ഈ ചാപ്റ്ററിൻ്റെയും പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം, ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? മറാത്ത. ബാലഗംഗാധര തിലകൻ്റേതായി 2 പത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, മറാത്തയും കേസരിയും. മറാത്ത, കേസരി, ഈ 2 പത്രങ്ങളും ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നത് മറാത്ത. മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഹരിജൻ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇവയാണ് മഹാത്മജിയുടെ പത്രങ്ങൾ. വന്ദേമാതരം ലാലാ ലജ്പത് റായിയുടെ ഉറുദു ന്യൂസ് പേപ്പറാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ഒരു പത്രമാണ് പീപ്പിൾ. ലാഹോറിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മറ്റൊരു പത്രമാണ് പഞ്ചാബി. വന്ദേമാതരം, പീപ്പിൾ, പഞ്ചാബി ലാലാ ലജ്പത് റായിയുടെ പത്രങ്ങളാണ്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി ആരംഭിച്ച പത്രമാണ്. മഹാത്മാഗാന്ധിയുടെ പത്രങ്ങൾ നിങ്ങൾക്കറിയാം. ഹരിജൻ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജിയുടെ പത്രമാണ്. ഇവിടെ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം മറാത്തയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പത്രമാണ് കേസരി. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദ മഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേമാതരം. വന്ദേമാതരം എടുത്തിരിക്കുന്നത് ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. എന്നാൽ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായാണ്. ലാലാ ലജ്പത് റായിയുടെ മറ്റു പത്രങ്ങളാണ് പീപ്പിൾ ആൻഡ് പഞ്ചാബി. വന്ദേമാതരം ഉറുദു ഭാഷയിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു പത്രമാണ്. സാരേ ജഹാംസെ അച്ഛ രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാലിൻ്റെ വരികളാണ്. സാരേ ജഹാംസെ അച്ഛ, മുഹമ്മദ് ഇക്ബാലിൻ്റെ വരികൾ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം നീൽ ദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ. ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകനാര്? സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. താഴെ പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാര്? ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്തു. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സംബാദ് കൗമുദി. ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രസ്ഥാപകൻ ഫിറോസ് ഷാ മേത്ത. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര് അൽ ഹിലാൽ. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രം അൽ ഹിലാൽ. പത്രങ്ങൾ നേതൃത്വം നൽകിയവർ ശ്രദ്ധിക്കൂ, ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. യങ് ഇന്ത്യ ഹരിജൻ ദാദാബായി നവറോജി, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ് ബാനർജി, വന്ദേമാതരം ലാലാ ലജ്പത് റായ്.
ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. യങ് ഇന്ത്യ ആൻഡ് ഹരിജൻ ഗാന്ധിജിയുടേതാണ്, ദാദാബായി നവറോജി എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. കേസരി മറാത്ത തീർച്ചയായും നമുക്കറിയാം ബാലഗംഗാധര തിലകൻ്റെ പത്രങ്ങളാണ്. വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ് ബാനർജിയുടേതല്ല. വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ് ബാനർജി ആരംഭിച്ച പത്രം ബംഗാളിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന ന്യൂസ് പേപ്പർ ദാദാബായി നവറോജിയുടേതാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. അപ്പോൾ ശരിയായ ജോഡികൾ 2 കേസരി മറാത്ത, 4 വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ഒരു ലിസ്റ്റ് സംസ്കാരവും ദേശീയതയും എന്ന 10ാം ക്ലാസ്സിലെ 5ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹിന്ദു, സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ് ആൻഡ് മോത്തിലാൽ ഘോഷ്, ബോംബെ സമാചാർ, ഫർദൂർജി, മർസ്ബാൻ, കേസരി മറാത്ത, ബാലഗംഗാധര തിലക്, ബംഗാളി, സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ, ദാദാബായ് നവറോജി, ഷോം പ്രകാശ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ, കോമൺവീൽ, മിസിസ് ആനി ബെസന്റ്, യങ് ഇന്ത്യ, ഹരിജൻ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം, ലാലാ ലജ്പത് റായ്, നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. 10ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 4, 5 അധ്യായങ്ങളെ തുടർന്ന് നമുക്ക് പഠിക്കേണ്ടി വരുന്ന മറ്റൊരു അധ്യായമാണ് 6ാം അധ്യായമായ സമരവും സ്വാതന്ത്ര്യവും. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തും ധാരാളം ചോദ്യങ്ങൾ അടുത്ത കാലത്തായി നമ്മളുടെ അതേ സിലബസ് പുലർത്തുന്ന പരീക്ഷകളിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കാം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. നമുക്കറിയാം 1920 ആരംഭിച്ച ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ സമരമെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പിൻവലിക്കുകയുണ്ടായി. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു എന്നൊരു ചോദ്യം യാതൊരു സംശയവും ഉണ്ടാവില്ല, ചൗരി ചൗര സംഭവമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഇന്ത്യക്കാർക്ക് പകർന്നു നൽകിയ മന്ത്രമാണ്, സ്ലോഗനാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല. ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. എന്നാൽ ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സത്യാഗ്രഹം 1918 അഹമ്മദാബാദ് സമരത്തോടനുബന്ധിച്ചായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലറ്റ് ആക്ട്. ഇതൊക്കെ ഈ പോയിന്റുകളൊക്കെ മുൻ ചാപ്റ്ററുകളിലും ഉണ്ടായിരുന്നതാണ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലറ്റ് ആക്ടിനെതിരെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നു. നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് എന്താണെന്നാണ് ചോദ്യം. നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഉൾപ്പെടാത്തത് അറിയാൻ കഴിയൂ. നിസ്സഹകരണ സമരത്തിലൂടെ ഗാന്ധിജി പ്രഖ്യാപിച്ചത് നികുതി നൽകാതിരിക്കുക, ബ്രിട്ടീഷുകാരുമായി സഹകരിക്കാതിരിക്കുക, അവർക്ക് നികുതി നൽകാതിരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. ഇവയൊക്കെയാണ് നിസ്സഹകരണ സമരത്തിലൂടെ ഗാന്ധിജി പ്രഖ്യാപിത ആശയങ്ങളായി നമുക്ക് സംഭാവന ചെയ്തത്. അപ്പോൾ ഇവിടെ കൃഷിയിടങ്ങൾ തരിച്ചിടുവാൻ അദ്ദേഹം പറഞ്ഞിരുന്നില്ല. കൃഷിയിടങ്ങൾ തരിച്ചിടുക എന്നതാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഉത്തരം. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരല്ല? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപം നൽകിയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ് എന്നൊരു ചോദ്യമുണ്ടായി. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത്. താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ 3 വട്ടം സമ്മേളനങ്ങളിലും പങ്കെടുത്ത ആൾ ആര്? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, BR അംബേദ്കർ. നമുക്കൊരു സംശയവുമില്ല, 3 വട്ടം സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് BR അംബേദ്കർ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനമായിരുന്നു.
താഴെ പറയുന്ന പ്രസ്താവനകൾ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 2. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇവയിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അവിടെ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണോ? ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തോ? ഇല്ല. 1929 ലാഹോർ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്തില്ല. അപ്പോഴത് തെറ്റാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായ രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. ശരിയാണ്. 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റാണത്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു എന്നുള്ളത്. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ സമ്മേളനമായിരുന്നു. നാലാമതായി പറയുന്നു, നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലല്ല, ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ 1ഉം 4ഉം പ്രസ്താവനകൾ ഇവിടെ തെറ്റാണെന്ന് മനസ്സിലാകുന്നു. അവിടെ ഉത്തരം ഓപ്ഷൻ ബി 1, 4. ലാഹോർ സമ്മേളനവുമായി യോജിച്ചു പോകാത്ത പ്രസ്താവനകൾ 1, 4. യോജിച്ചു പോകുന്നവ 2ഉം 3ഉം. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ്. നമുക്കറിയാം, കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകിയ ഒരു കാലഘട്ടം. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെയും ഒരേപോലെ എതിർത്ത തൊഴിലാളികളുടെയും കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിച്ചു. അവയിൽ സുപ്രധാനമായ 3 സമരങ്ങളാണ് തേഭാഗ സമരം, തെലങ്കാന സമരം, നാവിക കലാപം. തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ്, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശിൽ, നാവിക കലാപം നടന്നത് ബോംബെയിലാണ്. നമ്മുടെ സിലബസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പാർട്ടായി വരുന്ന 40 മാർക്കുള്ള പൊതുവിജ്ഞാനത്തിലെ 5 മാർക്കിനുള്ള 1ാം സെഗ്മെൻറ്റിൽ നമുക്ക് ഉപയോഗപ്രദമാകുന്ന മുൻപ് ചോദ്യങ്ങൾ വന്നിട്ടുള്ള SCERT പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഈ SCERT പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈവശമുള്ള നല്ല ഒരു ഗൈഡ്, നമുക്ക് ആശ്രയിക്കാവുന്ന, ഡിപ്പെൻഡ് ചെയ്യാവുന്ന, തെറ്റുകളില്ലാത്ത ഒരു ഗൈഡ്, ആ ഗൈഡിൽ ഇതിനുപരിയായി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി പഠിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായി തീരുവാനും നിങ്ങളെ അത് സഹായിക്കും. അടുത്തതായി 2ാമത്തെ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. 2ാമത്തെ സെഗ്മെൻറ്റ് 5 മാർക്കിനുള്ളതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും എന്നിവയാണ് ഈ സെഗ്മെൻറ്റിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന അതിപ്രധാനമായ 2 ചാപ്റ്ററുകൾ ഞാൻ ആദ്യം പറയുകയാണ്. 10ാം സ്റ്റാൻഡേർഡിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പേരിൽ തന്നെ സാമൂഹ്യശാസ്ത്രം 1ാം ഭാഗത്തെ 7ാമത്തെ ചാപ്റ്റർ നമുക്ക് കാണാൻ കഴിയും. വളരെയധികം ചോദ്യ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണത്. മറ്റൊന്ന് 8ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 11ാം ചാപ്റ്ററാണ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന 11ാം ചാപ്റ്റർ. ഈ 2 ചാപ്റ്ററുകളും അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കണം. തുടർന്ന് നിങ്ങൾക്ക് ഈ മേഖലയ്ക്ക് വേണ്ടി റെഫർ ചെയ്യാവുന്ന മറ്റ് ചാപ്റ്ററുകൾ 10ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 2ലെ 3ാം ചാപ്റ്റർ മാനവശേഷി വികസനം ഇന്ത്യയിൽ, 5ാം ചാപ്റ്റർ പൊതുചെലവും പൊതുവരുമാനവും, 10ാം സ്റ്റാൻഡേർഡിലെ തന്നെ സോഷ്യൽ സയൻസ് 2ാം ഭാഗത്തെ 9ാം ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും, 7ാം സ്റ്റാൻഡേർഡിൽ സാമൂഹ്യശാസ്ത്രത്തിലെ 5ാമത്തെ ലെസൺ സാമ്പത്തിക സ്രോതസ്സുകൾ. അപ്പോൾ പ്രധാനമായും നിങ്ങൾ നോക്കുക ചാപ്റ്ററുകൾ 10ലെ സാമൂഹ്യശാസ്ത്രം, 1ലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, 8ലെ സാമൂഹ്യശാസ്ത്രത്തിലെ 11ാം ചാപ്റ്റർ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. സാമൂഹ്യശാസ്ത്രം 1ലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. സാമൂഹ്യശാസ്ത്രം 1ലെ 7ാമത്തെ ലെസനാണ് 10ാം സ്റ്റാൻഡേർഡിൽ.
ഇതിൽ നിന്ന് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 10th പ്രിലിം സ്റ്റേജ് 2 2022 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ LDC എക്സ് സർവീസ് 2021 ഈ ചോദ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഫസൽ അലിയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഇവരിൽ ഡോക്ടർ ഫസൽ അലി ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഫസൽ അലി അധ്യക്ഷൻ, സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവർ അംഗങ്ങൾ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലിയാണ്. മറ്റൊരു ചോദ്യം ഇതായിരുന്നു, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? KM പണിക്കർ, പോറ്റി ശ്രീരാമലു, BR അംബേദ്കർ, SS ഭട്നഗർ. നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്, സർദാർ KM പണിക്കർ എന്നറിയപ്പെടുന്ന KM പണിക്കർ. നമുക്കറിയാം, ഡോക്ടർ ഫസലിന്റെ അധ്യക്ഷനും സർദാർ KM പണിക്കരും HN കുൻസ്രുവും അംഗങ്ങളുമായുള്ള ഒരു സമിതിയായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി BP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി BP മേനോനാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. എന്നാൽ ഭരണഘടനാ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നൊരു ചോദ്യമുണ്ടായി. ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് എന്നൊരു ചോദ്യം 10th പ്രിലിംസിലുണ്ടായി. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര? അതായത് 1956 പാർലമെന്റ് ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കി. ഇപ്രകാരം അന്ന് നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണമാണ് ചോദിക്കുന്നത്. അന്ന് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപം കൊണ്ടത്. 1956 കഥയാണ് ഈ പറഞ്ഞത്. എന്നാൽ നിലവിൽ ഇന്ന് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഏത് കമ്മീഷനാണ് എന്നൊരു ചോദ്യമുണ്ടായി. കോത്താരി കമ്മീഷൻ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. അതോടൊപ്പം തന്നെ 2020 പുതിയ വിദ്യാഭ്യാസ രീതിയെപ്പറ്റി കൂടി നമ്മൾ അറിയണം. ഇനി ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസ രീതി 2020 വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ്. പുതിയ വിദ്യാഭ്യാസ രീതി പ്രകാരം നമ്മളുടെ വിദ്യാഭ്യാസ പാറ്റേൺ മാറുന്നു. 10+2+3 എന്നതിന് പകരം 5+3+3+4 എന്നതാണ് 2020 കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള വിദ്യാഭ്യാസ രീതി. 5+3+3+4. പക്ഷേ 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. 5+3+3+4 എന്ന 2020 വിദ്യാഭ്യാസ നയമനുസരിച്ചുള്ള രീതി കൊണ്ടുവന്നത് കസ്തൂരി രംഗൻ കമ്മീഷനാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്ററിനെ അധികരിച്ചുകൊണ്ട് അടുത്ത കാലത്തായി ചോദിക്കപ്പെട്ട ശ്രദ്ധയിൽപ്പെട്ട ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. അടുത്തതായി നമ്മൾ ഈ മേഖലയിൽ പഠിക്കേണ്ട അതിപ്രധാനമായൊരു ചാപ്റ്റർ 8ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 11ാം ചാപ്റ്ററായ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന ചാപ്റ്ററാണ്. അതായത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും എന്നതാണ് നമ്മളുടെ സെഗ്മെന്റ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് താഴെ കൊടുത്തിട്ട് ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? തീർച്ചയായും മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് ആസൂത്രണ ലക്ഷ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയാണ് സൂചിപ്പിക്കുക. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധന ഉണ്ടായാൽ രാജ്യം സാമ്പത്തിക വളർച്ച നേടുന്നു എന്നാണ് അതിനർത്ഥം.
ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത് എന്ന് ചോദിക്കുന്നുണ്ട്. 1951 ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1950 മാർച്ച് 15 ഉത്തരം നൽകണം. പക്ഷേ പ്ലാനിംഗ് ആരംഭിച്ചത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് 1951. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് എന്ത് എന്നൊരു ചോദ്യമുണ്ടായി. നീതി ആയോഗ് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പേരാണത്. ആസൂത്രണ കമ്മീഷൻ ഇന്ന് നിലവിലില്ല. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നിരിക്കുന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ 2015 എന്ന വർഷം നിങ്ങൾ ഓർത്തിരിക്കണം. കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത് 2015. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അവിടെ നിങ്ങൾ നാളിതുവരെ 12 പഞ്ചവത്സര പദ്ധതികളാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അവയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക രംഗത്തിന് മുൻതൂക്കം നൽകി, 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിന് മുൻതൂക്കം നൽകി, 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് മുൻതൂക്കം നൽകി, 4ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുള്ള വളർച്ച ലക്ഷ്യം വെച്ചു, 5ാം പഞ്ചവത്സര പദ്ധതി ഇപ്പോൾ നമ്മൾ ചോദ്യത്തിൻ്റെ ആൻസറായി പറഞ്ഞതാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചു 5ാം പഞ്ചവത്സര പദ്ധതി. 6ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാമുഖ്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണത്തിന് പ്രാമുഖ്യം നൽകി. 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം ലക്ഷ്യമാക്കി. 9 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ലക്ഷ്യം വെച്ച ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപ വർധന ലക്ഷ്യം വെച്ചു. 11ാം പഞ്ചവത്സര പദ്ധതി സമഗ്ര വികസനം ലക്ഷ്യം വെച്ചു. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം. അവസാനത്തെ 2 പഞ്ചവത്സര പദ്ധതികളും സമഗ്ര വികസനത്തെയും സുസ്ഥിര വികസനത്തെയും ലക്ഷ്യം വയ്ക്കുന്നതായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതി സമഗ്ര വികസനത്തെയും 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനത്തെയും ലക്ഷ്യം വെച്ചു. താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? പദ്ധതികൾ പ്രധാന ലക്ഷ്യം. 3ാം പഞ്ചവത്സര പദ്ധതി വ്യവസായ വികസന പദ്ധതി. അവ തമ്മിൽ സ്യൂട്ടാകുന്നുണ്ടോ? ഇല്ല. 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കാണ് മുൻതൂക്കം നൽകിയത്. വ്യവസായ വികസനത്തിന് മുൻതൂക്കം നൽകിയത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ആ ജോഡികൾ ശരിയല്ല. 5ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം എന്ന് പറയുന്നു. നമുക്കറിയാം 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് മുൻതൂക്കം നൽകിയത്. സുസ്ഥിര വികസനത്തിന് മുൻതൂക്കം നൽകിയത് 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. കറക്റ്റാണ്. 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് മാനവശേഷി വികസനമാണ്. 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഗ്രാമീണ വികസനമല്ല. 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് സുസ്ഥിര വികസനമാണ്. ഗ്രാമീണ വികസനം ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ 1 മുതൽ 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി പഠിച്ചിരിക്കുക. ബൈഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ടായാൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയും. ഈ ചോദ്യം പല ചോദ്യ സെറ്റുകളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ശരിയായ ജോഡിയായി നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുക 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം എന്നതാണ്. ഇവൻ്റെ നമ്മൾ പഠനവിധേയമാക്കേണ്ട മറ്റൊരു ചാപ്റ്ററാണ് 10ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 2-ലെ 3ാം അധ്യായം മാനവശേഷി വികസനം ഇന്ത്യയിൽ. ചില ചോദ്യങ്ങൾ. 6 വയസ്സുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏത്? നമുക്കറിയാം ICDS ആണ്. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ICDS ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ്. അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പ് നൽകുന്നത്? ആർട്ടിക്കിൾ 21A പ്രകാരമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 21A ആണ്. തുടർന്ന് നമ്മൾ പഠിക്കേണ്ടത് SS2-വിൽ തന്നെ സോഷ്യൽ സ്റ്റഡീസ് 2ാം ഭാഗത്തിൽ തന്നെ 10ാം ക്ലാസ്സിൽ 5ാം ചാപ്റ്റർ പൊതുചെലവും പൊതുവരുമാനവും.
ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST നിലവിൽ വന്നത് എന്ന് 2017 ജൂലൈ 1. GST ചരക്ക് വ്യാപാര നികുതി ഏത് തരം നികുതിയാണ്? പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, വരുമാന നികുതി, മൂല്യവർദ്ധിത നികുതി. നമുക്കറിയാം GST പരോക്ഷ നികുതിയാണ് എന്ന കാര്യം. മറ്റൊരു ചോദ്യം, സർക്കാരിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? സർക്കാരിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന അറിയപ്പെടുന്നത് ബഡ്ജറ്റ് എന്ന പേരിലാണ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് PC മഹലാനോബിസ് ആണ്. PC മഹലാനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി പരിഗണിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടമാണ്. 10ാം സ്റ്റാൻഡേർഡിൽ തന്നെ സോഷ്യൽ സ്റ്റഡീസ് 2ാം ഭാഗത്തെ 9ാം ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നതാണ്. 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡാണ്. 7ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 5ാം അധ്യായം സാമ്പത്തിക സ്രോതസ്സുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. അന്ത്യോദയ അന്ന യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടായാൽ നമുക്കറിയാം ഭക്ഷ്യധാന്യവുമായി ബന്ധപ്പെട്ടതാണ്. അന്ത്യോദയ അന്ന യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭക്ഷ്യധാന്യം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്ന യോജന അല്ലെങ്കിൽ AAY. സാമൂഹ്യശാസ്ത്രത്തിലെ സ്റ്റാൻഡേർഡ് 7ലെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന 5ാം ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിൽ തൊഴിൽ ലഭ്യത കൂടി വരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. 2021 LGS ചോദിച്ചതാണ്. ഞാൻ നേരത്തെ പരാമർശിച്ച ചോദ്യവും LGS തന്നെ 2021 LGS തന്നെ ചോദിച്ച ചോദ്യമാണ്. ഏത് മേഖലകളാണ്? 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും ഇന്ത്യയിലെ തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? നിങ്ങൾക്ക് യുക്തിപൂർവ്വം തന്നെ പറയാവുന്നതാണ്. 3 മേഖലകളാണുള്ളത്. ഏതൊക്കെ മേഖലയാണുള്ളത്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അതിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കാർഷിക വൃത്തി, മൈനിങ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ദ്വിതീയ മേഖല എന്താണ്? ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. തൃതീയ മേഖല സർവീസ് സെക്ടറാണ്. നമുക്കറിയാം ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമാണ് ഇന്ത്യയിൽ തൊഴിലുകൾ കൂടി വരുന്നത്. അപ്പോൾ 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും മറുപടി പറയുക? ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും. ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തണം. അവ പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. ഇവിടെ നമുക്ക് 100 മാർക്ക് വരുന്ന ഒരു സിലബസിലെ 10 മാർക്ക് വരുന്ന 2 സെഗ്മെന്റുകൾ മാത്രമേ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടാകും. അവിടെ ചോദ്യപേപ്പറുകളുടെ ഡിസ്കഷൻ കൂടി നമ്മൾ നടത്തിയിരുന്നു. ധാരാളം ചോദ്യങ്ങൾ ആ ഭാഗത്തേക്ക് കടന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 സെഗ്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം ഏതേത് SCERT പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. തുടർന്ന് മറ്റു സോഴ്സുകളും ഞാൻ വ്യക്തമാക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ തീർച്ചയായും ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിവേഴ്സിറ്റി LGS തസ്തികയ്ക്ക് വേണ്ടിയുള്ള ഒരു ടെലഗ്രാം ചാനൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആഗ്രഹമുള്ളവർക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാം. എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ വളരെ പോസിറ്റീവായ ഒരു മനോഭാവത്തോടു കൂടി തന്നെ വേണം നമുക്ക് തുടങ്ങാൻ. പരീക്ഷയിലേക്കുള്ള ദൂരം 4-5 മാസങ്ങളാകാം. അവിടെ ഒരു 4 മാസം പിന്നിടുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സിലബസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കണം. വളരെ പെർഫെക്റ്റായി നമുക്ക് പരീക്ഷയെ നേരിടാൻ കഴിയണം. എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ്. ഗുഡ് ബൈ.